അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, അയാസ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു എന്ന് തുടങ്ങുന്ന ഈരടികൾക്ക് സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യത്തി എന്നുള്ള ജവാബ് പറയണം എന്ന് ഒരു ഉസ്താദ് പറഞ്ഞു, പറയണ്ട എന്ന് മറ്റൊരു ഉസ്താദും കൂടി പറഞ്ഞു. എന്താണ് സത്യാവസ്ഥ എന്നാണ് നമ്മുടെ ഗ്രൂപ്പിൽ ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ കൊടുവള്ളി ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്, ഉമർ ഉസ്താദ്. അപ്പോൾ രണ്ട് വിധത്തിലാണ് ഇവിടെ അവർ പറഞ്ഞതായിട്ട് അവിടെ ചോദ്യകർത്താവ് വിശദീകരിച്ചത്. എന്നാൽ അതിന് ജവാബായിട്ട് ഇവിടെ ഗ്രൂപ്പിൽ ഏതോ ഒരു ഉസ്താദിൻ്റെ ക്ലിപ്പ് ഇവിടെ അയക്കപ്പെട്ടു. ക്ലിപ്പിൻ്റെ താഴെ പേജും അയക്കപ്പെട്ടു. ആ പേജിന് ആധാരമാക്കിയിട്ടാണ് അയാളുടെ മറുപടി. എന്നാൽ ആ പേജിലുള്ളത് എന്താണ്? അത് നമ്മുടെ കാലക്കാരനായ ഒരു ഉസ്താദ് മങ്കൂസ് മൗലിദിന് ഷറഹ് പോലെ ഒരു അടിക്കുറിപ്പ് എഴുതിയതായ ഒന്നാണ്. അതിൽ പറയുന്നത് ഹാദൽ ജവാബ് മൗജൂദും ഫി ജമീഇൻ നുസ്ഖില്ലത്തി റഅയ്നാഹ. നമ്മൾ കണ്ട എല്ലാ കോപ്പികളിലും സ്വലാത്തും വ തസ്ലീമും അസ്കാ തഹിയ്യത്തി എന്നുള്ള ജവാബ് അയാസ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു എന്നുള്ള ബൈത്ത് തുടങ്ങുന്നതിന് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതന്നെ വലിയ തെളിവാണ്. അങ്ങനെ ഉണ്ട്. എന്നിട്ട് മൂപ്പരെ പറയാണ് വൽ ഖിയാസു തർക്കുഹു, ഖിയാസ് ഒഴിവാക്കലാണ്. ഖിയാസ് ഒഴിവാക്കുക. എന്ത് ഖിയാസ് എന്നറിയില്ല, ഏത് ഖിയാസാണെങ്കിലും ഇവിടെ നസ്സൻ നിലക്ക് ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ പിന്നെ ഖിയാസ് ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇവിടെ നസ്സൻ നിലക്ക് സ്വലാത്തും വ തസ്ലീമും അസ്കാ തഹിയ്യത്തി എന്നുള്ള ജവാബ് ആ എഴുതിയ ആൾ തന്നെ എല്ലാ കോപ്പികളിലും കണ്ടിട്ടുണ്ട് പോലോ. എന്നിട്ടും അയാൾ പറയുന്നത് ഖിയാസ് ഒഴിവാക്കലാണ്. അത് ശരിയല്ല. നസ്സൻ നിലക്ക് ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ പിന്നെ അതിനെതിരെ ഖിയാസ് ചെയ്യുന്നത് അപ്രസക്തമാണ്. വൽ ഖിയാസു ലൈസ ഫീ മഹല്ലിഹി. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. മറ്റൊന്ന്, ആ എഴുതിയ ആൾ, അവിടെ അടിക്കുറിപ്പ് എഴുതിയതായ ആൾ ഖിയാസ് ചെയ്യുന്നത് ഏതിനോടാണ്? കമാഫി അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി ഇലഹ്, അതിനോടാണ് ഖിയാസ് ചെയ്യുന്നത്. അതിനോട് ഖിയാസ് ചെയ്യുന്നത് ഖിയാസും മഅൽ ഫാരിഖാണ്. ഖിയാസ് തന്നെ പറ്റൂല. yani ഖിയാസ് ചെയ്താൽ തന്നെ ഖിയാസും മഅൽ ഫാരിഖാണ്. കാരണം അവിടെ ജവാബ് എഴുതപ്പെട്ടിട്ടില്ല. സുബ്ഹാന മൗലിദിൽ ആ ഈരടികൾ പറയുമ്പോൾ അവിടെ ജവാബ് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ജവാബ് പറയാറില്ല. ഇവിടെ ജവാബ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ജവാബ് പറയുന്നു. മനസ്സിലായില്ലേ? മറ്റൊരാൾ പറഞ്ഞത് അവിടെ വിഗ്രഹത്തിൻ്റെ മദ്ഹ് പറയാറുണ്ട്. എവിടെയാണ് വിഗ്രഹത്തിൻ്റെ മദ്ഹ് പറയാറുള്ളത്? ഒരിക്കലും വിഗ്രഹത്തിൻ്റെ മദ്ഹ് പറയാനല്ലല്ലോ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കപ്പെട്ടത്. മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത് ആദരവായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനാണ്. അയാസ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി എന്ന് പറയുന്ന സനാദീദു ആ ബൈത്തുകൾ, തനക്കസ്സമ കുലുമൻ തുടങ്ങുന്ന ബൈത്തുകൾ ആദരവായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സഹസ്ര കാലങ്ങൾക്ക് മുമ്പ് ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളെല്ലാം തലകുത്തി വീണു എന്ന് പറയുന്ന ആ ഈരടികൾ, അത് വിഗ്രഹത്തിൻ്റെ മദ്ഹ് അല്ലല്ലോ. അർത്ഥം ചിന്തിച്ചാൽ പോരെ. അവിടെ വിഗ്രഹത്തിൻ്റെ മദ്ഹ് അല്ല, ബിംബത്തിൻ്റെ മദ്ഹ് പറഞ്ഞതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ സ്വലാത്ത് പറയേണ്ട മഹല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് പറയണം. നബി സല്ലല്ലാഹു തങ്ങളുടെ പേരിലേക്ക് മടങ്ങുന്ന ലമീർ മടക്കുമ്പോൾ, ലമീർ കേൾക്കുമ്പോഴും സ്വലാത്ത് പറയണം. ഔസാഫുകൾ കേൾക്കുമ്പോഴും സ്വലാത്ത് പറയണം. യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളിലൂടെ മദ്ഹാണ്, മദ്ഹിൻ്റെ വസ്ഫുകളാണ് അവർ വിവരിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്വലാത്ത് പറയേണ്ട മഹല്ല് തന്നെയാണ്. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദിൻ്റെ കോപ്പികളിൽ അതിനെ രേഖപ്പെടുത്തപ്പെട്ടത്. എന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഇനി ആരെങ്കിലും പറയുമോ എന്നറിയില്ല. കണ്ട ഇതുവരെയുള്ള എല്ലാ കോപ്പികളിലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ അച്ചടിയന് അതിനെ വിട്ടിട്ടോ കട്ടിട്ടോ അച്ചടിക്കുവോ എന്നറിയില്ല. അതോടുകൂടി ഇത് വഹാബിസം പണ്ടേ പറയുന്നതാണ്. അവിടെ ജവാബ് പറയുന്നത് ശരിയല്ല, അത് ഓർമ്മത് ഈ കുഞ്ഞാടുകൾക്ക് അറിയാത്തതാണ്. അവരും ജവാബ് പറയാറുണ്ട്, ഈ മൊയ്ലാന്മാർ പറഞ്ഞു കൊടുക്കാറില്ല എന്ന്. ഇപ്പം മുജാഹിദീങ്ങൾ എന്ത് പറയാൻ തുടങ്ങുന്നറിയോ? നോക്കി, ഞങ്ങൾ പറഞ്ഞതുപോലെ സുന്നികൾ തിരുത്താൻ തുടങ്ങി. എന്നെപ്പോലെയുള്ളവരൊക്കെ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞാൽ വലിയ പ്രശ്നമാവില്ല. വലിയ പേരിൽ അറിയപ്പെടുന്ന, സമൂഹത്തിൽ വലിയ ആളാണെന്ന് കരുതപ്പെടുന്ന ചില ആൾക്കാരൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ അവർ ക്ലിപ്പാക്കിയിട്ട് ഇതാ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് സുന്നികൾ എത്തി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആക്ഷേപിക്കും. അല്ല, അവർ ആക്ഷേപിച്ചാലും ആക്ഷേപിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. അവരുടെ വാക്കുകൾ പുല്ലാണ്. അവർക്കുള്ള ദഅവകൾ ലൈസ ഷൈഉൻ മദ്കൂറേ അല്ല. ഞാൻ പറഞ്ഞതാണ്, ഏണി വെച്ച് കൊടുക്കുന്ന പരിപാടി നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന്. അങ്ങനെ നോക്ക്, അവിടെ ജവാബ് പറയുന്നു. ജവാബ് എന്തിനാ പറയുന്നത്? സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫൽ മുഖ്താരിന്ന്, മുത്തുനബിയുടെ മേലാണ് സ്വലാത്ത് പറയുന്നത്. കൂലി കിട്ടുമെങ്കിൽ പിന്നെ ഒഴിവാക്കേണ്ട ആവശ്യകത എന്താണ്?
കൂലി കിട്ടൂലേ? എന്തുകൊണ്ട് കൂലി കിട്ടൂല എന്ന് പറയണം. അലൽ മുസ്തഫൽ മുഖ്താരി എന്നല്ലേ പറയുന്നത്, അലസ്സനമി എന്നല്ലല്ലോ പറയുന്നത്. അതുകൊണ്ട് അവിടെ സ്വലാത്ത് പറഞ്ഞാൽ കൂലി കിട്ടുമെങ്കിൽ അവിടെ സ്വലാത്ത് പറയണം. പിന്നെ ഏതെങ്കിലും ചില ഉസ്താദന്മാർ അവർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വലാത്ത് പറയാറില്ല, അവരെ കുട്ടികളെ കൊണ്ട് അവരെ ശിഷ്യന്മാരെ കൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതവരങ്ങനെ പറഞ്ഞ് അതങ്ങനെ പോകട്ടെ, അത് നമുക്ക് വലിയ പ്രശ്നമല്ല. ഇത് സമൂഹ മധ്യയിൽ വലിയ ഒരാളായിട്ട് അറിയപ്പെടുന്ന ചില ആൾക്കാർ ഇത്തരം വോയിസുകൾ വിടുമ്പോൾ അത് സമുദായ മധ്യ ബഹളം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സമൂഹത്തിന് ഉപകരിക്കുന്ന വാക്കുകളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. മറ്റൊന്ന് അമലുന്നാസും കൂടി പരിഗണിക്കണമല്ലോ. ഒരു 41 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായിപ്പോയ ബഹുമാനപ്പെട്ട ഒന്നാമൻ പയ്യക്കി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ടവർ അറിഞ്ഞവർക്കറിയാം. നമ്മുടെ അടുത്ത് വഫാത്തായിപ്പോയ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് റഹിമഹുല്ല, ബഹുമാനപ്പെട്ടവർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് പയ്യക്കി ഉസ്താദിൻ്റെ കാലത്തിൽ അങ്ങനെ ചെയ്തിരുന്നില്ല, അത് തന്നെ നമുക്ക് വലിയ തെളിവാണ്. കിതാബാണ്ടാന്ന് പയ്യക്കി ഉസ്താദ് ഒന്ന് അങ്ങനെ ചെയ്താൽ അത് തന്നെ വലിയ തെളിവാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദി ഇൽമിൻ്റെ കോട്ട ബഹറുൽ ഉലൂം ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു വനഫഅന ബിഹി, ബഹുമാനപ്പെട്ടവരും പറഞ്ഞിരുന്നത് പയ്യക്കി ഉസ്താദ് മുഹഖിഖാണ്, മൂപ്പർ ചെയ്താൽ തെളിവാണത്. ഒരു കല്യാണ സദസ്സിൽ ഒരു ഇരിക്കുന്ന കാര്യത്തിലുള്ള തർക്കം വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ആ വിഷയം പറഞ്ഞത്. എന്തിനേറെ പറയണം, അല്ലാമത്തുസ്സമാൻ അഷ്ശൈഖ് ഖുത്ബി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വറഫഅന ബിഹി, ബഹുമാനപ്പെട്ടവർ പോലും പയ്യക്കി ഉസ്താദ് ഒന്നാമൻ ഖദ്ദസല്ലാഹു തആല സിറഹ് ബഹുമാനപ്പെട്ടവരെ അംഗീകരിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായ ഹഖായിഖുകൾ, ദഖായിഖുകൾ, മസായിലുകൾ അവർ യെസ് വെച്ചിരുന്നു. അത്ര വലിയ ഈ നമ്മുടെ കേരളത്തിലെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പറയാൻ പറ്റുന്ന ഖുത്ബി ഓർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരൊക്കെ അംഗീകരിച്ച ഒന്നാമൻ പയ്യക്കി ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറഹ് ബഹുമാനപ്പെട്ടവർ ഇവിടെ ജവാബ് പറയുന്നതിന് എതിർത്തിരുന്നില്ല, ജവാബ് പറഞ്ഞിരുന്നു എന്നാണ് അവിടുത്തെ പൊന്നോമനപുത്രൻ നമ്മുടെ അഭിവന്യരായ ഷെയ്ഖുന പയ്യക്കി ഉസ്താദ് രണ്ടാമൻ നവ്വറല്ലാഹു മർഖദഹു വനഫഅന ബിഹി വഅഫാദല്ലാഹു അലൈനാ മിൻ ഫിയൂലാത്തിഹി വഅസ്റാരിഹി വഅൻവാരിഹി, ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ടവരുടെ മൗലിദ് സദസ്സുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത്. അപ്പോൾ അമലുന്നാസുമുണ്ട്, കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. അതുകൊണ്ട് പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മളതിനെ അത് കുറച്ച് ആൾക്കാർക്ക് തിരിയാതെ പറഞ്ഞതാണ്, ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞതാണ് എന്ന് ചെറുതാക്കി പറയുന്നത് ഒട്ടും റാഹത്തുള്ള കാര്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു അലമു ബിസ്സവാബ് വഇലൈഹിൽ മർജിഉ വൽ മആബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.